സ്കിൽ എൻഹാൻസ്മെന്റ് ഉൾപ്പെടെ വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ക്രിയാത്മകതയും കർമ്മകുശലതയും സർഗാത്മകതയും എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായി വരുന്നത്. വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കാവുന്ന വിധത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. സംസ്ഥാനത്ത് സർവകലാശാലകളിൽ എത്തുന്ന വിദേശ അന്യസംസ്ഥാന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സർവകലാശാല ക്യാമ്പസുകളിൽ ഹോസ്റ്റൽ സൗകര്യമുണ്ടാക്കും. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. അതുമായി ബന്ധപ്പെട്ട് സെന്റർ ഓഫ് എക്സലൻസ് എന്ന നിലയിൽ ലാംഗ്വേജ് നെറ്റ്വർക്കിംഗിന്റെ ഒരു കേന്ദ്രം മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വികസിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ഓരോ വർഷവും 12 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുമ്പോൾ 4% പേർ മാത്രമാണ് കേരളത്തിൽ നിന്നും വിദേശത്ത് പോകുന്നത്. കേരളത്തിലെ മെഡിക്കൽ കോളേജ് പ്രവേശനത്തിനുള്ള പരീക്ഷ നടത്താൻ സംസ്ഥാനത്തെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചതായും മന്ത്രി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.